സുഗന്ധവ്യഞ്ജനങ്ങളിൽ പ്രധാനിയാണല്ലോ ഇഞ്ചി. ആരോഗ്യദായകവും പോഷകസമൃദ്ധവുമായ ഇഞ്ചിയും ഇഞ്ചി കൊണ്ടുള്ള വിഭവങ്ങളും മലയാളിക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. ഇഞ്ചി കൃഷി ചെയ്യുന്ന രീതിയെക്കുറിച്ചാകട്ടെ ഇന്നത്തെ വീഡിയോ. ഇഞ്ചി പറഞ്ഞ സാധനം നമുക്ക് കൃഷി ഇറക്കണമെങ്കിൽ ശരിക്കും പറയാന്ന് വെച്ചാൽ കാർത്തിക ഞാറ്റിയിലാണത് നമ്മൾ ശരിക്കും കൃഷി ചെയ്യുക. 2 സമയത്ത് കൃഷി കിട്ടും. അത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ നമ്മൾ കൃഷി കൊണ്ട് ഉപജീവിതം കഴിക്കേണ്ട ഒരാളാണ് എന്ന് വെച്ചാൽ കൃഷി ചെയ്യേണ്ടത് കാർത്തിക ഞാറ്റിയല്ല. കാർത്തിക ഞാറ്റിയല്ല വേറെ പ്രത്യേകതകളുണ്ട്. കാർത്തിക ഞാറ്റിയയിൽ ഇതിൽ കാശോളം വെച്ചാൽ മതി എന്നാ പറയാം. ഒരു ഉറുപ്പ്യ, പഴയ കാലത്തുള്ള ഒരു ഉറുപ്പ്യ വലുപ്പത്തിന് കഷ്ണം വെട്ടിയിട്ട് വെച്ചാൽ മതി. ഇത് ഇങ്ങനെ ചീർപ്പുകളാവും. ഇങ്ങനെ ഇഞ്ചി പറിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടുക്കി ചീർപ്പുകളാവും. അതൊന്നും മുളയുള്ള ഭാഗം ഈ മുളയ്ക്ക എല്ലാ ഭാഗത്തേക്കും മുള ഉണ്ടാവും. അതിന് ആ കൊക്കുകൾ കണക്കാക്കി മുറിച്ച് ഓരോ കഷ്ണം വെച്ചാൽ അതും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയാണ്. പിന്നെ നന്നായി പൂട്ടിയിട്ടോ കളച്ചിട്ടോ ഇളക്കിയ സ്ഥലത്ത് ആദ്യം പതുക്കെ ഒന്ന് തടത്തിനെയാക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മണ്ണിളക്കി, ഈ സാധനം ഉപയോഗിച്ചിട്ട് മണ്ണിളക്കി, ചുരുക്ക് എന്ന് പറയുന്നതിൽ. അത് കഴിഞ്ഞ് തടെടുക്കുന്ന സമയത്ത് ഇതുകൊണ്ട് എടുക്കാം. 2 പുറം വലിച്ച് തടാക്കിയിട്ടു ഈ രീതിയിലുള്ള ഈ കൈക്കൂട്ട് കൊണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുഴി വലിക്കുന്ന സമയത്ത് ഇത് കുഴിയുടെ അകലം കുറയാൻ വേണ്ടി ഈ കൈക്കൂട്ട് ഉപയോഗിക്കാം. ഇത്രേ ആവശ്യമുള്ളൂ. ഒരു ചാണ് വിട്ടിട്ട് 3 കുഴികൾ വലിക്കുക. തടം നീളം നമ്മുടെ ഇഷ്ടാനുസരണമാവാം. പക്ഷെ വീതി 3, എങ്ങോട്ട് നോക്കിയാലും ഒരു ചാണ് അകലത്തിൽ, ഇങ്ങനെ നോക്കിയാലും അങ്ങനെയുള്ള ഒരു 3 ചാലിൽ 3 കുഴികൾ എടുത്തിട്ട് അതിൻ്റെ പുള്ളിൽ നടുക. അതിൽ നടുമ്പോൾ എങ്ങനെ വേണമെച്ചാൽ ചാണകപ്പൊടി ഉണങ്ങണം കേട്ടോ. ഇത് ശരിക്കും ഉണക്കായിട്ടില്ല. ഇത് നല്ല ഉണങ്ങിയിട്ട് ഇതിനെങ്ങനെ പൊടികളാക്കിയിട്ട് ഇതിലാദ്യം ചെയ്യേണ്ടത് ഇത്രയും പൊടികൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ വെറും ചാണകപ്പൊടി, എൻ്റെ ആട്ടുംകാട്ടില്ല. ഇപ്പോൾ അതിൽ വിത്ത് വയ്ക്കാം. വിത്ത് വെച്ച് കൈകൊണ്ട് തട്ടി ഉപ്പാക്കുക. ഉപ്പാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഉണങ്ങിയ ചപ്പിട്ടാൽ മതി. നന്നായിട്ട് ഉണങ്ങിയ ചപ്പിട്ടിട്ട് ഈ നന്നായി ചപ്പ് കനത്തിൽ വേണം. ചപ്പിലിട്ട് കഴിഞ്ഞതിന് ശേഷം മുകളിൽ വല്ല തെങ്ങുമ്പട്ടെ ഓക്കെ ഈ ചപ്പിന് ഇത് കാറി പോവാതിരിക്കാൻ വേണ്ടി. ആ ചപ്പിന് ബുദ്ധിമുട്ടാണെങ്കിൽ തോലിട്ടിട്ട് അടുത്ത പിറ്റത്തെ മാസം, 1 മാസം കഴിഞ്ഞ വഴിക്കന്നെ ഇതിന് തോല് വെക്കണം. തോല് വെച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ തോല് വെച്ച് ഇതിൽ പച്ചവാളം പിച്ചിട്ട് രണ്ട് അരിക് മാത്രം കയറ്റാം. എഞ്ചിയുടെ ഉള്ളിലേക്ക് കയറരുത്. എഞ്ചിയുടെ ഉള്ളിൽ മണ്ണ് വീഴരുത്. സൈഡ് മാത്രം ഇങ്ങനെ അരുകാക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും എന്ന് പറഞ്ഞാൽ അതിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇതൊന്നും ഇപ്പം നമ്മളാരും ചെയ്തതോ ഉണ്ടാക്കിയതോ അല്ല. കർക്കിടത്തിൽ നട്ട് കഴിഞ്ഞാൽ കർക്കിടത്തിൽ തോല്, പിന്നെ കാർത്തികയിൽ നട്ട് കഴിഞ്ഞാൽ കർക്കിടത്തിൽ തോല്, കന്നിയിൽ തോല്. കന്നിമാസത്തിലും കർക്കിടക മാസത്തിലും തോല് 2 പന്തിയ തോല് വയ്ക്കും. ഈ തോല് വയ്ക്കുമ്പോഴൊക്കെയും ഈ സൈഡ് അരിക്കും. അതിലേറ്റവും നല്ലതാണ് ഈ ഗോമൂത്രവും ചാണകവും കൂടി കലക്കിയ വെള്ളം നിറച്ച് വിടുക. ഇത് കഴിഞ്ഞ് ഇതൊരു വൃശ്യമാസം എന്ന് പറഞ്ഞാൽ ജനുവരി ഒക്കെ ആകുമ്പോഴേക്ക് ഈ തണ്ട് പഴുത്തു വീഴാൻ തുടങ്ങും. അപ്പം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടച്ചാല് പതുക്കെ നനേനെ കൊത്തി ഒരു 1 ഇഞ്ച് കനത്തിന് പൊടിമണ്ണ് ഈ തടത്തിൻ്റെ മുകളിൽ കയറ്റി വിടണം. കയറ്റി വിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ചപ്പിടാം. ഇല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്ത് പറിക്കണം. ഇല്ലെങ്കിൽ ഇഞ്ചി വേനൽക്ക് നീറിപ്പോവും.
പിന്നെ വേനൽ നല്ല വേനൽ തുടങ്ങുന്നതോടുകൂടെ മകരമാസം എന്ന് പറഞ്ഞാൽ ജനുവരിയോടൊക്കെ കൂടെ തുടങ്ങുന്ന സമയത്ത് പറിച്ചു പോകണം. പിന്നെ ഇതിന് വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 കൊല്ലവും ഇത് സൂക്ഷിക്കാം. 3 കൊല്ലം നമുക്കിത് മണ്ണിലിടാം. ഇത് ധനുമാസത്തിൽ പറിക്കാം. ധനു മകരത്തിൽ പറിച്ച് വിത്തിന് ഏറ്റവും നല്ലത് വിത്സായിട്ട് സൂക്ഷിക്കാം. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറ്റില്ല. തെക്ക് ഭാഗം ഉയർന്നു നിൽക്കുന്ന പ്രദേശത്ത് മണ്ണിൽ മട ഉണ്ടാക്കണം. മണ്ണിൽ ഗുഹ ഉണ്ടാക്കിയിട്ട് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ആദ്യം കുറച്ച് എഞ്ചിയിടുക, പിന്നെ ഉണങ്ങിയ പൊടിമണ്ണിടുക, വീണ്ടും എഞ്ചിയിടുക, പൊടിമണ്ണിടുക. അങ്ങനെ ഇത് കഴിഞ്ഞ് ഈ ഗുഹയുടെ മുഖം അടയ്ക്കണം. അടച്ചു കഴിഞ്ഞ് ഈ മണ്ണ് കൊണ്ട് തേമ്പി കൂട്ടിയിട്ട് അടച്ചു കഴിഞ്ഞാൽ അവിടെ ചെറിയ ഒരു പഴുത് വയ്ക്കുക. ഒരു വടി എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഓട്ടയിടുക. മണ്ണ് ഉണങ്ങി കഴിഞ്ഞാൽ ഈ ഓട്ട എടുക്കുക. അപ്പോൾ ഇതിലേക്ക് വായു കയറി വിത്ത് അവിടെ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യും. ആ വിത്ത് എടുത്തിട്ട് കാർത്തികേറ്റയിൽ നടുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ വിള. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എഞ്ചിപ്പണിയാണ്. അത് നാളെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്നേ ചെയ്തിരിക്കണം. പിന്നെ ഇതിൻ്റെ തോല് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കാഞ്ഞിരത്തിൻ്റെ തോല്. അതൊന്നും പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ആർക്കും മനസ്സിലാവില്ല. പറഞ്ഞാൽ അഥവാ ഇന്നത്തെ പുതിയ കൃഷിക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ അത് കളിയാക്കും ചെയ്യും. 2-3 കാര്യങ്ങളുണ്ട്. എല്ലാം കാന്ന് വെച്ച കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. എഞ്ചി കാർത്തികേറ്റയിൽ നടുക, കാശോളം നടുക, പിന്നെ കർക്കിടത്ത് തോല്, കന്നി തോല്, പിന്നെ എല്ലാം ക എന്നുള്ള അക്ഷരത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു വസ്തു എന്നാ പറയാം. അപ്പം എല്ലാം ഇതെങ്ങനെയാ വെച്ചാൽ 10 സെന്റ് സ്ഥലം എഞ്ചി പറിച്ചാൽ ഒരു കാലഘട്ടങ്ങളിൽ 25 സെന്റ് ഭൂമി പറമ്പ് വാങ്ങിയിട്ടുണ്ട്. അന്ന് പറമ്പ് വിലയില്ല എന്നാണ്. പക്ഷെ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിസ്ക് ഉണ്ട്. ഇതന്നെ നോക്കി നിൽക്കുക. നമ്മൾ ഒരു സൈഡ് ബിസിനസ് ആക്കി കൊണ്ടുപോകുന്ന രീതി ആവരുത് കൃഷിക്കാർ. എഞ്ചി കൃഷി ചെയ്യാം. അങ്ങനെയാണ്. എന്നാൽ നല്ല ലാഭമുള്ള ഒരു പരിപാടിയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ട് ചില സമയത്ത് വിലയും കൂടി കിട്ടും.